ഇന്നത്തെ വിഷയം പ്രസാദബുദ്ധി. പ്രസാദം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം സന്തോഷം എന്നതാണ്. മനഃപ്രസാദം, ചിത്തപ്രസാദം, മുഖപ്രസാദം എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ. പ്രസാദേ സർവദുഃഖാനാം ഹാനി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. മനഃപ്രസാദം ഉള്ളവന് ഒരു ദുഃഖം ഉണ്ടാവില്ല. പിന്നെ ക്ഷേത്രത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ പല വസ്തുക്കളും കൊണ്ടുപോകാറുണ്ട് പൂജയ്ക്കായിട്ട്. കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേര് നൈവേദ്യം. പൂജ കഴിഞ്ഞ് തിരിച്ചു തരുമ്പോൾ അതിൻ്റെ പേര് പ്രസാദം. ഇനി പ്രസാദത്തിന് വേറൊരർത്ഥമുണ്ട്, അനുഗ്രഹം. ജീവിതത്തിൽ ഏതനുഭവവും ദുഃഖമാവട്ടെ, സുഖമാവട്ടെ, മാനമാവട്ടെ, അപമാനമാവട്ടെ, ലാഭമാവട്ടെ, നഷ്ടമാവട്ടെ, ജയമാവട്ടെ, പരാജയമാവട്ടെ, പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കുക. ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് സ്വീകരിക്കുക. അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവിനെയാണ് പ്രസാദ ബുദ്ധി എന്ന് പറയുന്നത്. അനുഗ്രഹത്തെയും നിഗ്രഹത്തെയും ഒരുപോലെ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുന്ന ഒരു കഥാപാത്രം നമുക്കതിനെ പരിചയപ്പെടാം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ പരീക്ഷത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നൊരു കഥയാണ് കാളിയമർദ്ദനം. കാളിയൻ എന്ന് പറയുന്നത് ഒരു ഉഗ്ര വിഷസർപ്പമാണ്. കാളിന്ദി നദിയിലെ ഒരു കയത്തിലാണത് താമസിക്കുന്നത്. കാളിയൻ്റെ വിഷക്കാറ്റേറ്റ് നദിയിലെ വെള്ളം തിളച്ചു പൊങ്ങും. ഒരുപാട് വൃക്ഷങ്ങളൊക്കെ കരിഞ്ഞുപോയി ചുറ്റുമുള്ളത്. പക്ഷികൾ ആരും അതിൻ്റെ മേലെ കൂടി പറക്കാറില്ല. ചിറക് കരിഞ്ഞ് ചത്തു വീഴും. ഒരിക്കൽ ശ്രീകൃഷ്ണനും ഗോപബാലന്മാരും ഗോക്കളുമൊത്ത് ഇങ്ങനെ വൃന്ദാവനത്തിലൂടെ നടക്കുമ്പോൾ ഗോപകുമാരന്മാർക്ക് ദാഹിച്ചു. അവർ കാളിന്ദി നദിയിലെ വെള്ളം കുടിച്ചു. ഉടനെ മോഹാത്സ്യപ്പെട്ടു വീണു. ഗോക്കൾ ചെന്ന് വെള്ളം കുടിച്ചു. അവയും മോഹാത്സ്യപ്പെട്ടു വീണു. ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാന്റെ കാരുണ്യപൂർണമായൊരു നോട്ടം മതി. അവരൊക്കെ എഴുന്നേറ്റു. പക്ഷേ ഈ കാളിയൻ്റെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. കാളിന്ദിയുടെ തീരത്തൊരു കടമ്പ് വൃക്ഷം നിൽക്കുന്നുണ്ട്. അതുമാത്രം ഉണങ്ങിയിട്ടില്ല വിഷക്കാറ്റേറ്റ്. എന്തുകൊണ്ടെന്നാൽ ഗരുഡൻ ഒരിക്കൽ ദേവലോകത്തു നിന്ന് അമൃത് കൊണ്ടുവന്ന് ആ വഴിക്ക് വരുമ്പോൾ ആ കടമ്പ് മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് വിശ്രമിച്ചു അത്രേ. ഭഗവാൻ ആ കടമ്പ് മരത്തിൻ്റെ മുകളിൽ കയറി കാളിന്ദിയിലേക്ക് ഒരൊറ്റച്ചാട്ടം. ഈ ബ്രഹ്മാണ്ടം മുഴുവനും തൻ്റെ ഉദരത്തിൽ ഒതുക്കി വച്ചിരിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് കാളിന്ദി നദിയിലേക്ക് ചാടുമ്പോൾ വെള്ളം ഉയർന്നു പൊങ്ങി. കാളിയന് അത്ഭുതം തോന്നി. ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത്? നോക്കിയപ്പോൾ ഒരു കൊച്ചു കുട്ടി നീന്തി കളിക്കുന്നു. എത്ര ധൈര്യമുണ്ട് ഇവന് എൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വന്ന് നീന്തി കളിക്കാൻ എന്ന് കരുതി കോപത്തോടു കൂടി വന്ന് ആ കുട്ടിയെ മർമ്മങ്ങളിൽ കൊത്താൻ തുടങ്ങി. കുട്ടിക്ക് യാതൊരു കൂസലുമില്ല. അപ്പോൾ അതിനെ വരിഞ്ഞു കെട്ടാൻ തുടങ്ങി. അപ്പോഴും അതിന് കൂസലില്ല. പക്ഷേ ഗോപകുമാരന്മാരും ഗോക്കളും എല്ലാം കരയാൻ തുടങ്ങി. കുട്ടിയെ കാണാതായപ്പോൾ യശോദയും ഗോകുലത്തിലെ മറ്റെല്ലാവരും കാളിന്ദി തീരത്തേക്ക് വന്നു. ഈ കാഴ്ച കണ്ട് അവരും കരയാൻ തുടങ്ങി. ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഭഗവാൻ ശരീരം സ്വയം വലുതാക്കി ഈ വരിഞ്ഞ് കെട്ടലിൽ നിന്നും പുറത്തു വന്നു. വീണ്ടും കാളിയൻ ഭഗവാനെ കൊത്താനായിട്ട് വന്നു. ആ സമയത്ത് ഭഗവാൻ കാളിയൻ്റെ ഭണത്തിൽ കയറി നിന്ന് നൃത്തമാടാൻ തുടങ്ങി. അഥവാരിണി ഘോരതരം പുളിനം പ്രതിവാരയിതം കൃതധീ ഭഗവാൻ എന്നൊക്കെ മേൽപ്പത്തൂർ വളരെ സുന്ദരമായിട്ട് നാരായണീയത്തിൽ ഈ കാളിയമർദ്ദനം വിവരിച്ചിട്ടുണ്ട്. ദേവകളും സരസ്സുകളും കിന്നരന്മാരും സിദ്ധന്മാരും എല്ലാവരും ഈ നൃത്തം കാണാൻ വന്നു. ഭഗവാൻ ഇങ്ങനെ മാറി 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 ഭണത്തിൽ ചവിട്ടി നൃത്തം ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാളിയൻ്റെ വായിൽ നിന്ന് വിഷം മുഴുവനും പോയി കഴിഞ്ഞു. ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. തളർന്നു. മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണ്. നാഗപത്നിമാരെല്ലാവരും വന്നു സ്തുതിക്കാൻ തുടങ്ങി. കാളിയനും സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ
പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും കാരണമായിട്ടുള്ള ആളാണ് അങ്ങ്. അങ്ങ് തന്നെയാണ് ഈ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ സൃഷ്ടിച്ചത്. അവിടുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിഷവും ഈ കോപവും ഒക്കെ തന്നത്. ഞങ്ങൾ തമോ ഗുണികളാണ്, ഞങ്ങളുടെ ഉള്ളിൽ അജ്ഞാനമാണ്, ഇരുട്ടാണ്. അവിടുത്തെ സൽക്കരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഈ വിഷവും ഈ കോപവും മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഇത് സ്വീകരിക്കണം. എന്നെ അനുഗ്രഹിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യാം. രണ്ടും അവിടുത്തെ പ്രസാദമായിട്ട് ഞാൻ സ്വീകരിക്കാം. നോക്കൂ, ഇതാണ് പ്രസാദ ബുദ്ധി. അനുഗ്രഹവും നിഗ്രഹവും ഒരുപോലെ സ്വീകരിക്കാനുള്ള കഴിവ്, അതാണ് പ്രസാദ ബുദ്ധി. ജീവിതത്തിൽ അനുകൂലമോ പ്രതികൂലമോ ആയ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അനുകൂലമായവയോട് രാഗം, സ്നേഹം, പ്രതികൂലമായവയോട് ദ്വേഷം. ഇതാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. പക്ഷേ ആരാണോ എല്ലാം ഈശ്വരേച്ഛ എന്ന് കരുതി ഈശ്വരൻ്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നത്, അവന് മാത്രമുള്ളതാണ് ശാന്തി, അവന് മാത്രമുള്ളതാണ് സ്വസ്ഥത. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞ പ്രകരണം, പ്രജ്ഞയെ സ്ഥിരമാക്കി നിർത്തി മനസ്സിനെ സമനിലയിൽ നിർത്തുന്ന ഒരുവൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുനനോട് പറയുന്നത്, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. പ്രസാദമുള്ളവന്, മനഃപ്രസാദമുള്ളവന്, ചിത്തപ്രസാദമുള്ളവന് ഉള്ളിൽ ശാന്തി ഉണ്ടാവും. അവന് എല്ലാ തരത്തിലുള്ള ദുഃഖം ശമിക്കും. അങ്ങനെയുള്ളവൻ്റെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കും. ആ ജ്ഞാനമാണ് ഒരുവനെ മുക്തിയിലേക്ക് നയിക്കുന്നത്. അതാണൊരു ജീവൻ്റെ പരമമായ ലക്ഷ്യം. കാളിയമർദ്ദനം എന്ന കഥയിലൂടെ വേദവ്യാസൻ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അനുഗ്രഹവും നിഗ്രഹവും ഒരുപോലെ സ്വീകരിക്കാനുള്ള കെൽപ്പ് നേടുക, മനസ്സിൻ്റെ സമനില, സുഖദുഃഖേ സമയകൃത്വ, സുഖത്തിലും ദുഃഖത്തിലും സമമായിട്ടിരിക്കുക. അവിടെയാണ് ചിത്തപ്രസാദം, അവിടെയാണ് മനഃപ്രസാദം. കാളിയൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഓരോ ജീവൻ്റെയും പ്രതീകം. നിസ്സഹായനായ അസ്വതന്ത്രനായ ഒരു ജീവനാണ് കാളിയൻ. അവനിൽ വിഷമേ ഉള്ളൂ, കോപമേ ഉള്ളൂ. ഭഗവാനിലാണെങ്കിലോ കാരുണ്യമേ ഉള്ളൂ. അപ്പോൾ സമ്പൂർണമായിട്ടുള്ള ശരണാഗതി അതുമാത്രമാണ് ഒരു ജീവന് ചെയ്യാനുള്ളത്. ഇത് ബോധ്യപ്പെടുത്താനാണ് വ്യാസൻ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഭഗവാന് സമർപ്പിക്കുക. അത് തമോ ഗുണമാവട്ടെ, രജോ ഗുണമാവട്ടെ, സത്വഗുണമാവട്ടെ. പക്ഷെ തിരിച്ചറിയുക, സത്വാൽ സംജായതേ ജ്ഞാനം. സത്വഗുണം ഉണ്ടാകുമ്പോഴേ ജ്ഞാനം കിട്ടുള്ളൂ. പ്രസാദം കൊണ്ട് സർവ്വദുഃഖങ്ങളും നശിക്കും. സർവ്വദുഃഖങ്ങളും നശിക്കുമ്പോൾ ബുദ്ധി തെളിയും. ആ ബുദ്ധി ജ്ഞാനത്തിലേക്ക് നയിക്കും. ആ ജ്ഞാനം മുക്തിയിലേക്കും. ഇതാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭാശംസകൾ.